ഹലോ, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്താ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ ലോങ് വീഡിയോ നമ്മുടെ ഹോം മെയ്ഡ് ബദാം മിൽക്കിൻ്റെ മിക്സിൻ്റെ വീഡിയോ ഷോർട്സിലിട്ടിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമൊന്നുമില്ല, ആകെ 2.5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സംഗതി, ഒരുപാടൊന്നും വലിച്ചു നീട്ടില്ല. ഞാൻ ബദാമിൻ്റെ തൊലി കളയലായിരുന്നു ആദ്യം ചെയ്തത്. അപ്പോൾ അത് തിളച്ച വെള്ളത്തിലേക്ക് 1 മിനിറ്റ് ഇട്ടിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി ഇങ്ങനെ എളുപ്പത്തിൽ കൈവച്ച് തന്നെ കളയാൻ പറ്റും. ഈ ടെക്നിക്ക് ഞാനൊരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബ് ചാനലിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അതിനൊരു കോട്ടൺ തുണിയിൽ നിരത്തിയിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ഈർപ്പം പോകും. ഇനി എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റോറിൽ വെക്കണമല്ലോ, അതായത് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ഡ്രൈ റോസ്റ്റ് കൂടി ചെയ്യാം. ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോകരുത്. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് 1 മിനിറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി വയ്ക്കുക. പിന്നെ പഞ്ചസാര പൊടിക്കുക, ഏലക്ക ചേർക്കുക, മഞ്ഞൾപ്പൊടി ഇടുക. അതൊക്കെ പൊടിച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ബദാം തൊലി കളഞ്ഞുകൂടി ഇട്ട് പൊടിക്കുക. മഞ്ഞൾ പൊടിയാണ് ഇടുന്നത്. ഫുഡ് കളർ വേണമെങ്കിൽ ഇടാം, പക്ഷേ മഞ്ഞൾ പൊടിക്കൊരു പ്രതിരോധശേഷി നൽകാനുള്ള കഴിവൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടും ധൈര്യമായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്. എന്നിട്ട് ഇതൊക്കെ കൂടി പൊടിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബദാം മിൽക്കിൻ്റെ മിക്സ് ഏകദേശം റെഡിയായി. ഇനി നമ്മുടെ കയ്യിൽ നല്ല ശുദ്ധമായിട്ടുള്ള കുങ്കുമപ്പൂവുണ്ട്, അതായത് സാഫ്രൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ കുറച്ച് കശുവണ്ടി, കുറച്ച് ബദാം, കുറച്ച് പിസ്തയൊക്കെ നുറുക്കി ഇങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ കടിക്കുമ്പോൾ പാല് കുടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടുമെന്ന് മാത്രം. അതിഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഹോർലിക്സ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ തണുത്ത സ്പൂണൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടയായിപ്പോവും, ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫായിട്ട് സൂക്ഷിക്കുക. കഴിയുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലത്. ഞാനിപ്പോൾ എന്തായാലും പുറത്താണ് സൂക്ഷിക്കുന്നത്. 1 മാസത്തോളം ആകാറായി, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് പാല് കാച്ചുമ്പോൾ ഇത് 1-2 സ്പൂൺ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിട്ട് പാല് കാച്ചി കൊടുത്ത് നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.